എൻ്റെ നല്ലയമ്മ. ഈശോയുടെ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ച് ആ അമ്മയിലുള്ള ആശ്രയത്തിൽ ജീവിക്കുന്ന വ്യക്തിത്വങ്ങൾ നിരവധിയാണ്. തങ്ങളുടെ സകല ആവശ്യങ്ങളിലും പരിശുദ്ധ കന്യകാമറിയം ഇടപെടുന്ന അനുഭവങ്ങളും ഇവർക്ക് പറയാനുണ്ടാകും. ഇപ്രകാരം പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നും അനുഭവങ്ങൾ സ്വീകരിച്ച ഒരു വ്യക്തിയാണ് എറണാകുളം ജില്ലയിലെ ഇളംകുളം ചെറുപുഷ്പ ഇടവകാംഗമായ മാഞ്ചേരി എൽസമ്മ വർഗീസും. പരിശുദ്ധ അമ്മയുടെ ഈ സ്നേഹത്തിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നതെന്ന് ഇവർ പങ്കുവയ്ക്കുന്നു. ചെറുപ്പത്തിൽ മുതൽ തന്നെ മാതാവുമായിട്ട് എനിക്കൊരു അടുപ്പം ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ആദ്യ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞപ്പം മുതൽ ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ പോയി പള്ളിയിലെല്ലാം കഴിയുമ്പോഴേ ഗ്രോട്ടോയിൽ നോക്കി മാതാവിനോടുകൂടി പ്രാർത്ഥിക്കുകയും പലപ്പോഴും ഇങ്ങനെ മാതാവിനെ നോക്കി നിൽക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ കോളേജിലേക്ക് പഠിക്കാൻ പോയപ്പോഴാണേലും അവിടുത്തെ കോളേജിൽ ചാപ്പലുണ്ടായിരുന്നു. ഈ ചാപ്പലിൽ പോയിരുന്നുകൊണ്ട് ഇങ്ങനെ നിശബ്ദതയിലിരുന്നുകൊണ്ട് മാതാവിനെ നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എപ്പോഴും ഇങ്ങനെ മാതാവിൻ്റെ എൻ്റെ കൂടെ നടക്കുന്ന പോലത്തെ ഒരനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കോളേജിൽ പഠനം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ് വർക്ക് ചെയ്തത് കുറച്ച് നാളെ. അപ്പോൾ അതൊരു നിത്യാരാധന പള്ളിയുള്ള കോൺവെൻ്റ് ആയിരുന്നു. ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് സ്കൂളിലേക്ക് പോണ വഴി ഇതുപോലെ ഒരു ഗ്രോട്ടോ ഉണ്ട്. അപ്പോഴും ഞാൻ എപ്പോഴും ഒരു 2 മിനിറ്റ് നോക്കി എപ്പോൾ പാസ് ചെയ്താലും അവിടെ നിന്ന് ഈ മാതാവിനോടുകൂടി ഇങ്ങനെ ഒന്ന് നോക്കി ഒരു നിമിഷം മാതാവിനോട് ഒന്നൊരു സംഭാഷണം ചെയ്ത് എന്നിട്ട് കടന്നു പോകുമായിരുന്നുള്ളൂ. അങ്ങനെ എപ്പോഴും ഈശോയും മാതാവും അടുത്തുള്ളൊരു സാഹചര്യം എനിക്കുണ്ടായിക്കൊണ്ടേയിരുന്നു. പരിശുദ്ധ അമ്മ സംരക്ഷിച്ച നിരവധി അനുഭവങ്ങളുണ്ട് ഈ ജീവിതത്തിൽ. അപകടങ്ങളിൽ വീഴാതെ അമ്മ നയിച്ച വഴികൾ ചേച്ചി നമ്മോട് പറയുന്നു. സാധാരണ യാത്രയ്ക്കൊക്കെ പോകുമ്പോഴേ എനിക്ക് കൊന്ത എല്ലിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വലുതായിട്ടുള്ള വലിയ ഒരു 4 ആക്സിഡൻറ്റിൽ നിന്ന് ഈ കൊന്ത എല്ലിക്കൊണ്ട് രക്ഷപ്പെട്ട ഒരു അനുഭവം എനിക്കുണ്ട്. ഒരിക്കൽ ഞാനിങ്ങനെ കാറിൽ ആ തിരക്കുള്ള കടത്തുരുത്തി കോട്ടയം റോഡിൽ കൂടെ പോവുകയായിരുന്നു. അപ്പോൾ എതിരെ ഒരു സൈക്കിൾ വന്നു. പെട്ടെന്ന് വണ്ടി സഡൻ ബ്രേക്ക് ഇട്ടു. ഇടതുവശത്ത് കൂടി പോയിരുന്ന വണ്ടി പെട്ടെന്ന് തിരിഞ്ഞ് വലതുവശത്ത് റോഡും ക്രോസ് ചെയ്തിട്ട് വലതുവശത്തുള്ള മതിൽ ചെന്ന് ഇടിച്ച് ആ കാർ നിൽക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് ഡ്രൈവർ ആയിരുന്നിട്ട് അയാൾ വിഷമിച്ച് പോയി ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് നോക്കി, സൈക്കിൾ കാണാനില്ല. നോക്കിയപ്പോൾ സൈക്കിളുകാരനും കൂടെ കാറിൻ്റെ അടിയിൽ ഫ്രണ്ട് വീലിൻ്റെ അവിടെയായിട്ട് കിടക്കുന്നു. അവർക്ക് യാതൊരു അപകടവും പറ്റിയില്ല. വണ്ടിയിൽ എൻ്റെ ഒരു 6 പേരോ 7 പേര് വണ്ടിയിലുണ്ടായിരുന്നു. ആർക്കും ഒരപകടവും സംഭവിച്ചില്ല. ഇത് ഞാൻ ഭരിക്കുന്ന എൻ്റെ കൊന്തയുണ്ടായിരുന്നു. ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതുപോലെ തന്നെ വേറെ സംഭവം, വേളാങ്കണ്ണിയിൽ പോയി തിരിച്ചു വരുന്നൊരു രാത്രിയായിരുന്നു. 12 മണിയൊക്കെ സമയം ട്രിച്ചി പറ്റിയിട്ട് മോൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മയങ്ങിപ്പോയിരുന്നു. പെട്ടെന്നൊരു മീഡിയറിലേക്ക് വണ്ടി ഇങ്ങനെ ഇടിച്ചു. ഇങ്ങനെ വണ്ടി പൊങ്ങിപ്പോകുന്ന പോലെയാണ് തോന്നിയത്. പെട്ടെന്ന് അടുത്തിരുന്നാൾ നോക്കിയപ്പോൾ ഇവൻ്റെ കയ്യിൽ നിന്ന് അടുത്തിരുന്നാൾ സ്റ്റിയറിംഗ് ഇങ്ങോട്ട് പിടിച്ചു വാങ്ങുകയായിരുന്നു. അത് നോക്കിയപ്പോൾ ഇവൻ ഉറങ്ങിയിട്ട് മീഡിയനിൽ ചെന്ന് വണ്ടി ഇടിച്ചു കയറിയതാണ്. അപ്പോഴും ആർക്കും ഒരു അപകടവും പറ്റിയില്ല. ഒന്നും സംഭവിക്കാത്ത പോലെ ഞങ്ങൾ ആ വണ്ടിയിൽ ഇരിക്കുക ചെയ്തത്. വേറെ അനുഭവം ഇതുപോലെ തന്നെ നല്ല തിരക്കുള്ള റോഡ്, പിറവം വെള്ളൂർ റോഡ്. ഞങ്ങൾ ഇതുപോലെ വണ്ടി ഉണ്ടായിരുന്നു. കാറിൽ മോൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സൈഡ് റോഡിൽ നിന്ന് പെട്ടെന്നൊരു വണ്ടി ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്നു. ആ വണ്ടി ഓടിച്ചിരുന്ന ആൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ആ വണ്ടി സ്ട്രെയിറ്റ് ആയിട്ട് ഞങ്ങളുടെ വണ്ടിയുടെ അവരുടെ കാറിന് സ്കോർപ്പിയോ വണ്ടിയുടെ മുമ്പിലേക്ക് വന്ന് അങ്ങോട്ട് ഇടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ശരിക്കും റോഡ് സൈഡ് ഇടിച്ച് നിന്നിടത്ത് ഒരു കുരിശുണ്ട്, കൽക്കുരിശ്. അതിൻ്റെ മുമ്പിലേക്കാണ് ഇടിച്ച് നിൽക്കുന്നത്. ഇതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ജപമാല ഉണ്ടായിരുന്നു. ആർക്കും ഒരു അപകടവും സംഭവിച്ചില്ല. പക്ഷേ ആ ഇടി നല്ല ശക്തിയുള്ള ഇടിയായിരുന്നു. ഒരു 1.25 ലക്ഷം രൂപയുടെ ഒരു 5-8 വർഷത്തിന് മുമ്പേ അത്രയും പണി വണ്ടിക്ക് വന്നു. പക്ഷേ വണ്ടിയിൽ നിന്ന് ആർക്കും ഒരു അപകടവും സംഭവിച്ചില്ല. വേറൊരു ബൈക്ക് യാത്ര എറണാകുളം കുണ്ടന്നൂർ തിരക്കുള്ള ജംഗ്ഷനിലെ ഞാനും കൂടെ, മോൻ വണ്ടി ഓടിക്കും, ഞാൻ വണ്ടിയിലിരിക്കുമ്പോഴേ പെട്ടെന്ന് വണ്ടിയുടെ ട്യൂബ് പൊട്ടിപ്പോയി. വണ്ടി മറിഞ്ഞു. ഞാൻ റോഡിലേക്ക് വീണു.
മോനും റോഡിലേക്ക് വീണു. തിരക്കുള്ള റോഡ്. പെട്ടെന്ന് എൻ്റെ പിന്നിൽ വന്ന ഒരു കാറ് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. ഞാൻ എഴുന്നേറ്റ് വന്നു. യാതൊരു അപകടവും ഞങ്ങൾക്ക് രണ്ടുപേർക്കും സംഭവിച്ചില്ല. പക്ഷേ ഈ അവസരങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് മാതാവിൻ്റെ വലിയ ഇടപെടൽ മൂലമാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഏത് അപകടങ്ങളിലും നമ്മളെ സംരക്ഷിക്കാനായിട്ട് നമ്മുടെ അമ്മ ഉറപ്പുണ്ടെന്നുള്ളത് വലിയൊരു പ്രത്യാശ. ഈ അനുഭവം എല്ലാവർക്കും വലിയ പ്രത്യാശ നൽകുന്ന ഒരനുഭവമാണ്. അമ്മയെ വിളിച്ചാൽ അമ്മയുടെ തിരുക്കച്ചയിൽ പോഞ്ഞ് അമ്മ എപ്പോഴും നമ്മളെ സംരക്ഷിച്ചുകൊള്ളും. ഭൗതികമായ പല അവസരങ്ങളിലും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും കരുതലും ഇവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ട്. തൻ്റെ ഏക ആശ്രയമായ പരിശുദ്ധ അമ്മ കടന്നുവന്ന് പ്രവർത്തിച്ച നിരവധി അത്ഭുത പ്രവൃത്തികൾ നന്ദിയോടെ ഓർക്കുകയാണിവർ. സത്യത്തിൽ ഈശോയെ വഹിക്കുന്ന സക്കാരിയാണ് മാതാവ്. എവിടെ ഈശോ ഉണ്ടോ അവിടെ മാതാവ് ഉണ്ടാവും. എവിടെ മാതാവുണ്ടോ അവിടെ ഈശോയുണ്ട്. ഈശോയ്ക്ക് ഒരിക്കലും തൻ്റെ അമ്മയെ പിരിയാനും മാതാവിനൊരിക്കലും ഈശോയെ പിരിയാനും കഴിയുകയില്ല. എപ്പോഴും എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അതിൽ ഞാനൊരു 3 നന്മ പറഞ്ഞവരെയും ചൊല്ലിയിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കും: മാതാവേ, ഈ അവസ്ഥയെ മാതാവിൻ്റെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠമായത് അമ്മ വാങ്ങിത്തരണമെന്ന്. അപ്പോൾ അമ്മ നമ്മളെക്കാളും കൂടെ നമുക്ക് വേണ്ടത് ഏറ്റവും ശ്രേഷ്ഠമായെന്ന് അറിഞ്ഞുകൊണ്ട് ആ അമ്മ നമുക്ക് വാങ്ങിത്തരികയും ചെയ്യും. ഈ അനുഭവം ഞാൻ പറയുകയാണ്. ഈ എറണാകുളം നഗരത്തിൽ താമസിക്കുന്ന എൻ്റെ വീട്ടിൽ ഒരു 7 ദിവസമായി പൈപ്പിൽ വെള്ളം വരില്ലായിരുന്നു. ബാക്കി എല്ലായിടത്തും ഞങ്ങളുടെ വീട്ടിൽ വരുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ശരിക്കും വരികയാണ് ഒരു വചനം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. സങ്കീർത്തനം 89:25. നദികളുടെ മേൽ നിൻ്റെ ആധിപത്യവും സമുദ്രത്തിൻ്റെ മേൽ നിൻ്റെ അധികാരവും ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്നും മനസ്സിലേക്ക് ആരോ പറയുന്നുമല്ലേ. ഈ വചനം പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഉടനെ എന്നിട്ട് പറഞ്ഞു: മാതാവേ, ഈ അവസ്ഥ മാതാവിൻ്റെ കാനായിൽ അമ്മ വെള്ളം വീഞ്ഞാക്കിയ ആ അമ്മയുടെ കയ്യിലേക്ക് ഞാൻ ഈ അവസ്ഥയെ സമർപ്പിക്കുകയാണ്. ഏറ്റവും ശ്രേഷ്ഠമായത് ഈശോയിൽ നിന്ന് വാങ്ങിത്തന്നാലും. ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കുറേ പ്രാവശ്യം ഈ വചനം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേ ആ പൈപ്പിൽ നമുക്ക് വെള്ളം വരാൻ തുടങ്ങി. അപ്പം ഈ സംഭവം സംഭവിച്ചിട്ട് ഏതാണ്ടൊരു 11 വർഷം കഴിയുന്നു. ഇന്ന് വരെ ഞങ്ങളുടെ വീട്ടിലെ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. ഒരു വെള്ളത്തിൻ്റെ ഷോർട്ടേജ് വരുമ്പോൾ ഉടനെ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുകയും അപ്പോൾ തന്നെ വെള്ളം വരികയുമാണ് ചെയ്യുന്നത്. ഇതുപോലൊരു അനുഭവം ഉണ്ട്. വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോൺട്രാക്ടർ ബോർവെല്ല് കുഴിക്കാൻ ആണ് താല്പര്യം കാണിച്ചതെങ്കിലും ഞാൻ പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്ത് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ശരിക്കും കാണുകയാണ് ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ കിണർ നിൽക്കുന്ന സ്ഥാനത്ത് ഇങ്ങനെ സാധാരണ കിണർ കെട്ടി വരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഇങ്ങനെ സാധാരണ കിണർ കെട്ടിയാൽ മതിയെന്ന് പറഞ്ഞു. ആ കിണർ കെട്ടി വരികയും ആ കിണറ്റിലെ വെള്ളം സാധാരണ എറണാകുളം ഭാഗത്തൊക്കെ വെള്ളം കിണറിൽ തെളിഞ്ഞ് കാണാറില്ല. പ്രത്യേകിച്ച് വയറ്റിലെ ഭാഗത്തൊക്കെ കലങ്ങിയ വെള്ളമായിരിക്കും. പക്ഷേ ആ കിണറിലെ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളം, ടേസ്റ്റ് വ്യത്യാസമില്ല. പൈപ്പ് വെള്ളവും ഈ വെള്ളവും കൂടെ 2 ഗ്ലാസ് എടുത്ത് വെച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അത്ര നല്ല വെള്ളമാണ് ഇപ്പോൾ അതിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ വിചാരിക്കുന്നു വചനം മാംസമായി ധരിച്ച ആ അമ്മ വചനത്തിലൂടെ നമുക്ക് ഈശോയിൽ നിന്ന് എല്ലാം മധ്യസ്ഥം വഹിച്ച് നേടിത്തരും എന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ ഏത് ആവശ്യത്തിലും നമ്മുടെ അമ്മ നമ്മുടെ കൂടെ ഉണ്ട്. ഉണ്ണീശോയെ കാണാതായിട്ട് 3-ാം ദിവസം ആ അമ്മ ദേവാലയത്തിൽ വെച്ച് ഉണ്ണീശോയെ കണ്ടുമുട്ടുകയാണ്. അതുപോലെ നമ്മുടെ ആരും കാണാതെ പോകുന്ന അവസരങ്ങളിലും ഈ അമ്മ ഓടി നമ്മുടെ സഹായത്തിന് എത്തുകയാണ്. ഒരു അനുഭവം ഞാൻ പറയട്ടെ. എൻ്റെ കയ്യിൽ നിന്ന് താക്കോല് എറണാകുളത്ത് തിരക്കുള്ള റോഡിൽ വെച്ച് എൻ്റെ കയ്യിൽ നിന്ന് അത് വ്യക്തമായിട്ട് പോയെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ താക്കോലും പൈസയും കൂടെ ഒരു ബാഗിൻ്റെ ഒരു കള്ളിയിലാണ് ഇട്ടിരുന്നത്. അതിൽ നിന്ന് പൈസ ഇങ്ങോട്ട് വലിച്ചെടുത്തപ്പോഴേ ആ താക്കോൽ അവിടെ പോയി. ഞാൻ വീട്ടിൽ വന്ന് വീട് തുറക്കാൻ നോക്കുമ്പോൾ എൻ്റെ ബാഗിൽ താക്കോലില്ല. അത് വ്യക്തമായിട്ട് അമ്മ എനിക്ക് മനസ്സിലാക്കി തരുകയാണ്. എൻ്റെ കുപ്പിയിലെ വെള്ളം ബാഗിൽ ലീക്കിയതായിട്ട് ഞാൻ കണ്ടു. കയറി വരുന്ന മുറി വെച്ച് തന്നെ ഞാൻ ബാഗിലെ എല്ലാ സാധനങ്ങളും മേശപ്പുറത്ത് വലിച്ചു വാരിയിട്ട് ബാഗ് ഉണക്കാനായിട്ട് കൊണ്ടിട്ടു. അപ്പോൾ എനിക്ക് ആ ബോധ്യം തരികയാണ് ഈ ബാഗിൽ താക്കോലില്ല എന്നുള്ള കാര്യം. എന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അന്നത് എനിക്ക് കിട്ടിയില്ല താക്കോല്. വേറെ താക്കോല് കൊണ്ട് സ്പെയർ ഉണ്ടായിരുന്നതുകൊണ്ട് തുറന്നു. അത് കഴിഞ്ഞ് രാവിലെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ മനസ്സിൽ, ഈ താക്കോൽ ഇവിടെ ഉണ്ടായിട്ടല്ലല്ലോ മാതാവേ,
താക്കോല് കിട്ടുന്നത്. പക്ഷേ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഇതിവിടെ കൊണ്ട് വെക്കാനുള്ള ശക്തി അമ്മയ്ക്കുണ്ടല്ലോ, ഇങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അത് കഴിഞ്ഞ് താക്കോല് ഞാൻ വീടിൻ്റെ മുകളിലേക്ക് പോയിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ നോക്കുമ്പോൾ, പള്ളിയിൽ പോയിട്ട് വന്ന് കഴിഞ്ഞ് നോക്കുമ്പോൾ, ഞാനല്ല എൻ്റെ മോൻ നോക്കുമ്പോൾ, ഞാൻ ആ മുറിയിലേക്ക് കടന്നിട്ടുമില്ല. മുകളിലത്തെ ഒരു മുറിയിൽ ബെഡിൽ ഈ താക്കോൽ അവിടെ ഇരിക്കുകയെന്ന് മോൻ വിളിച്ച് പറയുകയാണ്. അപ്പം റോഡിൽ പോയ ഈ താക്കോലെ അമ്മ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട്, തീർച്ചയായിട്ടും ഇത് അമ്മയുടെ ഇടപെടൽ മൂലമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നമ്മൾ അമ്മയുടെ മാധ്യസ്ഥം തേടിയാൽ എല്ലാ പാപങ്ങളിൽ നിന്നും എല്ലാ പാപ സാഹചര്യങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിച്ച് അമ്മയുടെ തിരുക്ക് വെച്ചതിൽ പോകുന്ന നമ്മളെ എപ്പോഴും അമ്മ വിശുദ്ധരായി സൂക്ഷിക്കും എന്നുള്ളതിന് നമുക്ക് നല്ല തെളിവാണ്. ഒരനുഭവം ഞാൻ പറയട്ടെ. എനിക്ക് ചില സാഹചര്യങ്ങളിൽ നമ്മൾ വിചാരിക്കും ഇത് നമുക്ക് ആർക്കും ഉപദ്രവം വരാത്തൊരു നുണയല്ലേ, ഇത് പറഞ്ഞുകൊണ്ട് തെറ്റില്ലല്ലോ എന്ന്. പക്ഷെ അങ്ങനൊരു നുണയാണേലും ഇത് അനുഭവത്തിലൂടെ ബോധ്യമാവുകയാണ്. നമ്മളൊരു നുണ പറയുമ്പോൾ, ഈശോയെ വിശുദ്ധവാനം സ്വീകരിക്കുന്ന നാവുകൊണ്ട് നുണയും പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള യേശുവിൻ്റെ മുഖം വാടുകയാണ് ചെയ്യുന്നത്, പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും എനിക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടായി. എൻ്റെ ക്ലോസ് റിലേറ്റീവ് സുഖമില്ലാതെ വളരെ സീരിയസ് ആയി, ഞരമ്പിന് സ്ട്രോക്ക് ഉണ്ടായി, വെന്റിലേറ്ററിലായിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്നു. ആൾ മരിക്കുമെന്ന അവസ്ഥ വന്നു. അപ്പോൾ ആ സഹോദരൻ്റെ മകള് ദൂരെ പഠിക്കുകയാണ്. അവർ വന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരാൻ എന്നെയാണ് ഏൽപ്പിച്ചത്. പക്ഷേ കൂട്ടിക്കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് രാവിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെല്ലുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു, മോളോട് അപ്പൻ ഹോസ്പിറ്റലാണെന്ന് വിവരം പറഞ്ഞിട്ടില്ല, അമ്മാമ്മയ്ക്ക് സുഖമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ എത്ര നുണ ഞാൻ പറയേണ്ടി വരും. വെന്റിലേറ്ററാണെന്ന് പറയാൻ പാടില്ല, അപ്പൻ അസുഖമാണെന്ന് പറയാൻ പാടില്ല, ഇങ്ങനെ ഒരുപാട് നുണകൾ ഞാൻ പറയേണ്ടി വരും. അപ്പം ഞാൻ ഉടനെ എൻ്റെ അധരത്തിൽ കുരിശ് വരച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, ഒരു നുണ പോലും പറയാൻ എനിക്ക് ഇടയാകാതെ ഈ അവസരം അമ്മ ഏറ്റെടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് ആ കുട്ടിയെ കൊണ്ടാക്കുന്നത് വരെ യാതൊരു നുണയും പറയേണ്ടി വന്നില്ല. ആ കുട്ടി വണ്ടിയിൽ കയറിയപ്പോൾ എന്നോട് ചോദിച്ചു, അത് അപ്പനും ഒന്നും ചോദിച്ചില്ല, ഇപ്പം അമ്മാമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഒരു വാക്ക് എന്നോട് ചോദിച്ചുള്ളൂ, ഹോസ്പിറ്റലാണോ എന്ന് പോലും ചോദിക്കുന്നില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, വേറെ ഒരു ഹോസ്പിറ്റലിൽ ഒന്നിനെക്കുറിച്ച് ഒന്നും ചോദിക്കുന്നില്ല, എനിക്കൊന്നും പറയേണ്ടിയും വന്നില്ല. അങ്ങനെ ഒരു നുണ പോലും പറയാതെ ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പോൾ നമ്മൾ അമ്മയുടെ മാധ്യസ്ഥം കയറിയാൽ എത്രയോ വിശുദ്ധിയിൽ നമ്മളെ ഓരോ ദിവസവും അടുക്കിടിക്ക് വളർത്താൻ ആ അമ്മയ്ക്ക് കഴിയും. ആ അമ്മ നമ്മളെ കൈപിടിച്ചുകൊണ്ട് വിശുദ്ധിയുടെ സോപാനങ്ങൾ കടത്തി നമ്മളെ കൈപിടിച്ച് കയറ്റി സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. നമ്മുടെ കാര്യങ്ങൾ എത്ര ചെറുതായിരുന്നാൽ പോലും, മറ്റുള്ള ദൃഷ്ടിയിൽ ചെറുതായിരുന്നാലും, നമ്മുടെ ഓരോ ചെറിയ കാര്യങ്ങളും നമ്മുടെ മനസ്സിൻ്റെ ആ വിഷമം അനുസരിച്ച് ഇടപെടുന്ന ഒരമ്മ നമുക്കുണ്ട്. ഒരു സംഭവം പറയുകയാണെ, എൻ്റെ തെങ്ങിൽ ഒരു പ്രാണിയുടെ ശല്യം ഉണ്ടായിട്ട് വളരെയധികം ഉപദ്രവം ഉണ്ടായി. അതായത് ഒരു പ്രാവശ്യം തെങ്ങ് കയറിയപ്പോൾ വെറും നല്ല തേങ്ങയുള്ള 22 തേങ്ങ കിട്ടുകയാണ്. അതിൽ ഈ അസുഖം കാരണം 11 കേട് പിടിച്ച് അങ്ങനെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഈ തെങ്ങിൽ കുരിശ് വരച്ചുകൊണ്ട് ഒരു വചനമുണ്ട്, ജ്ഞാനം 1 പറയുന്നു, സർവ്വ സൃഷ്ടികളുടെ മേലും ആധിപത്യം വഹിക്കാൻ കർത്താവ് നിനക്ക് അധികാരം തന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഇതിനെ ശല്യപ്പെടുത്തുന്ന എല്ലാ പ്രാണികളുടെയും എല്ലാ അസുഖങ്ങളും മാറി ഈ അവസ്ഥയെ ഏറ്റെടുക്കണമേ മാതാവേ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഇത് മാതാവിൻ്റെ വിമല ഹൃദയം വഴി ഈ പ്രാർത്ഥനയെ ഈശോയ്ക്ക് 3 നന്മ നിറഞ്ഞവരെയും ചൊല്ലി സമർപ്പിക്കുമായിരുന്നു. പക്ഷേ അടുത്ത പ്രാവശ്യം തെങ്ങ് കയറിയപ്പോഴേ ഈ തെങ്ങിൽ അതേ സ്ഥാനത്ത് 55 തേങ്ങയുണ്ടാകുകയും അതിൽ ഒന്നുപോലും കേടില്ലാതെ കിട്ടുകയും ചെയ്തു. ഇതിൽ നിന്ന് മാതാവ് നമ്മുടെ ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പുത്രനോട് മധ്യസ്ഥം വഴി നമുക്ക് സാധിച്ചു തരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. തൻ്റെയും മക്കളുടെയും ഏതൊരാവശ്യത്തിനും ആശ്രയമായി ഇവർ ഓടിയെത്തുന്നത് പരിശുദ്ധ അമ്മയിലാണ്. മക്കളുടെ പഠനം, ജോലി, വിവാഹം തുടങ്ങി സർവ്വമേഖലകളിലും പരിശുദ്ധ അമ്മ ഇടപെട്ട അനുഭവങ്ങൾ വളരെ വലുതാണ് ഈ ജീവിതത്തിൽ. എനിക്ക് 3 മക്കളാണ്. മൂത്ത 2 പെൺകുട്ടികളെ, ഇളയത് ആൺകുട്ടി. ഏഷ്യ
മക്കൾ ദൈവദാനമാണ്. യെശയ്യാ 54:13 പറയുന്നു, നിൻ്റെ മക്കളെ ഞാൻ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. ദൈവത്തിൻ്റെ വചനം സത്യമാണ്. ആദ്യം നമ്മളെ മക്കളെ കർത്താവിൻ്റെ വഴിയെ, ദൈവത്തിൻ്റെ വഴിയിലേക്ക് വിടുകയാണെങ്കിൽ ബാക്കിയെല്ലാം കർത്താവ് ഏറ്റെടുത്തോളും എന്നുള്ളത് എൻ്റെ മക്കളുടെ കാര്യത്തിൽ കൂടെ എനിക്ക് വളരെ ബോധ്യമായിട്ടുള്ള കാര്യമാണ്. മക്കളുടെ കല്യാണക്കാര്യം, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കല്യാണക്കാര്യം എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ സാധാരണ പോയിട്ട് ഇങ്ങനെ നിത്യാരാധന പള്ളിയിൽ പോയിരുന്നേ അവരെ ഈശോയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കാറുള്ളത്: ഈശോയെ, നിനക്ക് ശ്രേഷ്ഠമായത്, ഏറ്റവും ശ്രേഷ്ഠമായത് നിൻ്റെ മക്കൾക്ക് കൊടുക്കുക. ഉണ്ണീശോ വളർത്തിയമ്മേ, ഈ മക്കളെ നിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. നിൻ്റെ പുത്രനോട് ഈ മക്കൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞ് ഉണ്ണീശോ വളർത്തിയ അമ്മയുടെ കൈകളിലേക്ക് ഈ മക്കളെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ മാതാവ് ഉണ്ണീശോ കാനായിലെ കല്യാണത്തിൽ ഇടപെട്ട മാതാവ് ഇവരുടെ കല്യാണത്തിലും ഇടപെടുന്ന അനുഭവം ഞാൻ ഒന്ന് പറയട്ടെ. എൻ്റെ മൂത്ത മകളുടെ, എനിക്കറിയില്ല, ഞാൻ ആരാധന പള്ളിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഞാൻ ആ വിശുദ്ധ കുർബാനയുടെ എഴുത്തിയുള്ള തിരുവോസ്തിയിൽ ഞാൻ അവിടെ ഒരു മുഖം കാണുകയാണ്, ഒരു പയ്യൻ്റെ മുഖം. പക്ഷേ ഇത് ആരാന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ആ പയ്യനെ ഇന്നുവരെ കണ്ടിട്ടുമില്ല. അതിൻ്റെ കൂടെ എൻ്റെ മോളും ഉണ്ട്. രണ്ടുപേരും നിൽക്കുന്നത് വെഡിങ് ഡ്രസ്സിലാണ്. പട്ടുസാരിയൊക്കെ എടുത്ത് പയ്യൻ സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് വെഡിങ് ഡ്രസ്സിൽ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പക്ഷേ ഞാൻ ഇങ്ങോട്ട് പോന്നു, എനിക്ക് എന്താണെന്ന് തന്നെ അത്ര അങ്ങോട്ട് മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് മോൾക്ക് വേറൊരു കല്യാണം വന്നിട്ട്, ഇതൊന്നും അല്ല, ആരൊന്നും എനിക്കറിയാൻ പാടില്ല, സ്വാഭാവികമായിട്ട് ഒരു കല്യാണം വന്നു, അത് ഉറപ്പിക്കാൻ പോവുകയാണ്. അപ്പം നാളെ അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നു, നാളെ അവരുടെ വീട്ടിൽ ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ വൈകുന്നേരം കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നാളെ ഞാൻ പോകാൻ പോണ ആ വീട്ടിൽ ഞങ്ങളിരിക്കുന്ന മുറി, ഞങ്ങൾ ഭക്ഷണം കഴിച്ച മുറി എൻ്റെ മുൻപിലേക്ക് ഇങ്ങനെ വരികയാണ്. ആ മേശയും ആ മുറിയെല്ലാം. അതിൻ്റെ കൂടെ ഞാൻ കാണുകയാണ് ഈ ഞങ്ങൾ നാളെ പോകാൻ പോകുന്ന വീട്ടിൽ ഈ പറയുന്ന ചെക്കൻ വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സിൽ ഒരു ലുങ്കിയും ഷർട്ടും ഒക്കെ എടുത്തുകൊണ്ട് ഒരു സാധാരണ പ്ലേറ്റിൽ ഇങ്ങനെ ഒരു കേക്ക് മുറിച്ചുകൊണ്ടിരിക്കുന്നു. ഉടനെ എൻ്റെ മനസ്സിലേക്ക് വരികയും ചെയ്തു, ഈ കല്യാണം, ആ ചെറുക്കൻ കല്യാണത്തിനുള്ള യോഗ്യത അല്ലെങ്കിൽ ഒരുങ്ങിയിട്ടില്ല, ഈ കല്യാണം നടക്കില്ല എന്നൊരു ബോധ്യവും കൂടെ എൻ്റെ മനസ്സിലേക്ക് വന്നു. പിറ്റേ ദിവസം ഞങ്ങൾ ആ ചെറുക്കൻ്റെ വീട്ടിൽ പോയപ്പോഴേ ഞാൻ കണ്ട ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് അതേ റൂമിൽ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നു, എല്ലാം ഇരിക്കുന്നു. പക്ഷേ ആ ദിവസം തന്നെ ഞങ്ങൾ പോയി ഇവിടെ മടങ്ങി എത്തുന്നതിന് മുമ്പ് തന്നെ ആ കല്യാണം വേണ്ടാന്ന് അവർ തന്നെ, അതായത് ആ ചെറുക്കൻ്റെ തന്നെ പെട്ടെന്നൊരു ഉണ്ടായിട്ട് അന്ന് കാര്യം ഉണ്ടായിരുന്ന മോളെ MCAക്ക് ലാസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് ഇനിയും പഠിപ്പിക്കാൻ പാടില്ല, ജോലിക്ക് വിടണ്ട, അങ്ങനെയാണെങ്കിൽ കല്യാണം വേണ്ട എന്നുള്ള ഇതല്ലേ. അപ്പം ഞങ്ങൾക്ക് ലാസ്റ്റ് ഇപ്പോൾ എക്സാം എഴുതാൻ പോണേ ഉള്ളൂ, അത് പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ കല്യാണം ഡ്രോപ്പായി. എന്നിട്ട് പിന്നെ ഈ മോള് MCA ഒക്കെ പാസ്സായി വന്നു കഴിയുമ്പോഴേ ഒരു കല്യാണം ഇങ്ങോട്ട്, ഞാൻ ഒരു കല്യാണം അങ്ങോട്ട് ആലോചിച്ചുകൊണ്ട് പോയിട്ടില്ല, ഒരു കല്യാണം ഇങ്ങോട്ട് ആലോചിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ആ ചെറുക്കൻ വീട്ടിലേക്ക് വന്നു. ആ ചെറുക്കനെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ അങ്ങ് ഒരു മഞ്ഞുകട്ട പോലെ ആയിപ്പോയി. എന്ന് വെച്ചാൽ ഞാൻ ആരാധന പള്ളിയിലെ ഈശോ കാണിച്ചു തന്ന വെഡിങ് ഡ്രസ്സിൽ മോളുടെ കൂടെ നിന്ന അതേ പയ്യൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ, ഈശോ ആഗ്രഹിക്കുന്ന ഇതാണ്. പിന്നെ ഞാൻ ആ പയ്യനെക്കുറിച്ച് ഒന്നും അന്വേഷിച്ചിട്ടില്ല, എന്ത് ജോലി, വീട്, നാട് ഒന്നും കാരണം ഈശോ കാണിച്ചതിനെക്കുറിച്ച് എനിക്ക് രണ്ടാമതൊരു അന്വേഷണം വേണമെന്ന് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ ആ കല്യാണം കഴിഞ്ഞു, മോൾക്കിന്ന് 2 കുട്ടികളുണ്ട്. വളരെ സൗഭാഗ്യമായിട്ട് ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇന്നാണ് എന്ന മട്ടിൽ അവർ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. രണ്ടാമത്തെ വേണ്ടതും ഇതുപോലെ തന്നെ കല്യാണത്തിൽ വേറൊരാളോ ലോകമോ വ്യക്തികളോ ഒന്നുമല്ല ഇടപെട്ടത്, ഈശോ തന്നെ ഇടപെടുന്ന ഒരനുഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഞാൻ എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ നിത്യാരാധന ചാപ്പലിൽ പോയി സൈലൻ്റായി നിശബ്ദ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഇരിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ചിലപ്പോൾ നിശബ്ദത, ചിലപ്പം വചനം, ചിലപ്പോൾ ഇങ്ങനെ കൊന്ത ചൊല്ലിക്കൊണ്ടേ മാസാവിൻ്റെ ഈ കൊന്ത രഹസ്യങ്ങൾ ധ്യാനിച്ച് ചൊല്ലിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ ഏതാണ്ട് എൻ്റെ മകൾക്ക്, രണ്ടാമത്തെ മകൾക്ക് ഒരു 17 വയസ്സുള്ള പ്രായത്തിൽ ഈ തിരുവോസ്തിയിലെ ഒരു 2 മുഖങ്ങൾ കാണുകയാണ്. ഒന്ന് എൻ്റെ മോളുടെ മുഖം, മറ്റേ മുഖം ഒരു പയ്യൻ്റെതാണ്. അതാരാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾ കടന്നുപോയി. മോൾക്ക് 10-25 വർഷമൊക്കെ ആയി. അവളുടെ പഠനവും ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു കല്യാണം ഇങ്ങോട്ട് ആലോചിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഏതാണ്ട് ഇതുപോലെ തന്നെ കല്യാണം അവർ ഉറപ്പിക്കാൻ വീട്ടിൽ വന്നു. അവർ കല്യാണം ഉറപ്പിക്കുന്നു.
പക്ഷേ എൻ്റെ മനസ്സിൽ നിൽക്കുന്നത് ഞാൻ ആ, പള്ളിയിൽ കണ്ട മുഖമല്ല ഈ പയ്യൻ്റെ മുഖം. ആ പയ്യനല്ല ഇതെന്ന് എനിക്ക് തീർന്ന ഉറപ്പായി. വേറൊരു അനുഭവത്തിൽ കൂടെ ഈശോ ഇതല്ല ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതും കൂടെ എനിക്ക് കാണിച്ചു തരികയാണ്. അതുകൊണ്ട് ഞാൻ ശക്തമായിട്ട് പറഞ്ഞു, ഇതല്ല, ഈ കല്യാണം എനിക്ക് നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. മറ്റുള്ളവരെല്ലാവരും എന്നെ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഞാൻ വേഗം ഓടി മാതാവിൻ്റെ അടുത്തേക്ക് തന്നെ പോയി. തൃപ്പൂണിത്തുറ പള്ളി റോസമിസ്റ്റിക്ക മാതാവിൻ്റെ അടുത്ത് ഞാൻ മുമ്പിൽ പള്ളിയിൽ ഇങ്ങനെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുക. എൻ്റെ വിഷയം ഇതായിരുന്നു, ഈ സബ്ജക്റ്റ്. മാതാവേ, കാനായിലെ കല്യാണത്തിൽപ്പെട്ട അമ്മ ഈ കല്യാണത്തിൽ ഇടപെടണമേ, ഞാൻ നിസ്സഹായിയാണ്, അവിടുത്തെ പുത്രൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് ഒരു സിസ്റ്റർ കടന്നു വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി നമുക്കൊരു കൊന്തയല്ല എന്ന് പറഞ്ഞു. ശരി, ഞാനും സിസ്റ്ററും കൂടെ അവിടെ നിന്ന് കൊന്ത ചൊല്ലി. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഞാൻ ചോദിച്ചു, സിസ്റ്റർ ഏതാ, ഞാൻ കണ്ടിട്ടില്ലല്ലോ, എവിടുന്ന് വരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഞാൻ ഈ പള്ളിയിൽ കയറിയോണ്ട് ചേച്ചിയെ ചൂണ്ടിക്കാണിച്ചിട്ട് മാതാവ് പറഞ്ഞു ആ ചേച്ചിയുടെ വിളിച്ചിട്ട് ആ ചേച്ചിയുടെ കൂടെ പോയിരുന്നേ ഒരു കൊന്തയില്ലുക എന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വന്ന് കൊന്തയില്ലേ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഈ സിസ്റ്ററിനോട് എൻ്റെ പ്രാർത്ഥനയുടെ ഉദ്ദേശവും മകളുടെ കാര്യവും കൂടെ പറഞ്ഞു. ആ സിസ്റ്റർ നല്ലൊരു ഭാഗം പ്രാർത്ഥന എൻ്റെ മകൾക്ക് വേണ്ടി നീക്കി വെക്കുകയും സിസ്റ്ററും പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ തന്നെ പറയുകയും ചെയ്തു. പക്ഷേ അതിൽ വീണ്ടും ലോകത്തിൻ്റെതായ ഒത്തിരി എതിർപ്പുകൾ വന്നുകൊണ്ടിരുന്നു. എങ്കിലും മാതാവിനെ പിടിച്ചുകൊണ്ടേയിരുന്നു. ഇതുപോലെ തന്നെ ഈശോ ആദ്യം കാണിച്ചു തന്ന അതേ കല്യാണം നടക്കുകയും ചെയ്തു. ആ മോൾക്ക് കുട്ടിക്ക് ഒരു 2 വയസ്സ് കഴിഞ്ഞു. അവൾ വളരെ സന്തോഷത്തോടു കൂടി എന്ന് വെച്ചാൽ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. മാതാവിൻ്റെ ഇടപെടലുകൾ കൂടി വഴിയാന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എല്ലാവരും ഏറ്റവും കൂടുതൽ ടെൻഷനാവുന്ന മാതാപിതാക്കളെ അവരുടെ മക്കളുടെ പഠനത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമാണ്. എന്നാൽ യെശയ്യാ 54:13 പറയുന്നു, നിൻ്റെ മക്കളെ ഞാൻ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. നമ്മുടെ മക്കളെ ഉണ്ണീശോയെ പരിപാലിച്ച അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അമ്മ ആ മക്കളെ വളർത്തുകയും ഏറ്റവും ശ്രേഷ്ഠമായത് തൻ്റെ മകൻ്റെ കർത്താവിൻ്റെ വചനം നിൻ്റെ മക്കളെ ഞാൻ പഠിപ്പിക്കുക ശ്രേയസ്സാർജിക്കും, അത് തീർച്ചയായിട്ടും നൽകുകയും ചെയ്യുന്നുള്ള ഉറപ്പുള്ള കാര്യമാണ്. എൻ്റെ അനുഭവം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ മൂത്ത മകളെ അവളുടെ ഡിഗ്രി കഴിഞ്ഞിട്ട് അവൾക്ക് MCAക്ക് പോകണമെന്നുണ്ടായിരുന്നു, ഹയർ സ്റ്റഡി. അത് ഹയർ സ്റ്റഡി ഏത് MCA വേണോ MSc ഇങ്ങനെ ആകെ ഒരു കൺഫ്യൂഷനായ അവസ്ഥയിലായിരുന്നു. ഞാൻ നിശബ്ദമായിട്ട് ഹൈക്കോടതി ആരാധന പള്ളിയിൽ പോയിരുന്ന് ജപമാല ചൊല്ലിക്കൊണ്ട് അവളെ ഈശോയുടെ കയ്യിലേക്ക് നിൻ്റെ മകൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് കൊടുക്കുക, ഈ 54:13 വചനത്തിൻ്റെ ശക്തിയാൽ എന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആണ് അവളുടെ ഒരു കൂട്ടുകാരി, ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന കൂട്ടുകാരി പെട്ടെന്ന് വരികയും പറഞ്ഞു, കോയമ്പത്തൂർ 2 സീറ്റ് വേക്കൻ്റാണ്, MCAക്ക് ക്ലാസ് തുടങ്ങിയിട്ട് 1 മാസമായി, പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ അവൾ പറഞ്ഞ് ഞാൻ ചെല്ലേണ്ട, അവരുടെ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ആ കുട്ടിയൊക്കെ പോകുന്നുണ്ട്, അവളുടെ കൂട്ടത്തിൽ കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചൊരു കുട്ടിയാണ്, അവരുടെ കൂടെ ആണ് ഞങ്ങൾ കൊണ്ടുപോയിക്കോളാമെന്ന് പറഞ്ഞ് പോവുകയും അവിടെ ചേരുകയും ചെയ്തു. എന്നാൽ ആ കൂട്ടത്തിൽ പോയ കുട്ടിക്ക് ഒരു 6 മാസം പോലും പഠനം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ആ കുട്ടിക്ക് പല അസുഖങ്ങളായി, നടുവേദനയായി, പല വേദനയായി, അങ്ങനെ എല്ലാമായിട്ട് ഒരു 6 മാസത്തിനുള്ളിൽ പഠനം നിർത്തി തിരിച്ചു പോരേണ്ടി വന്നു. എൻ്റെ മകളെ പഠിക്കുകയും നല്ല മാർഗത്തോടുകൂടി MCA പാസ്സാകുകയും ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ പറയാൻ പോണത് അവളുടെ ജോലിയുടെ കാര്യത്തെക്കുറിച്ചാണ്. അവൾക്ക് ജോലിക്ക് ഞാൻ പറഞ്ഞ ടെൻഷൻ വേണ്ട, ഇത്രയും നടത്തിയ കാര്യം നിനക്ക് ജോലിയും കർത്താവിൻ്റെ കയ്യിലുണ്ട്. അപ്പോഴാണ് ബാങ്കിലേക്കുള്ളൊരു അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിലേക്ക് ഒരു 5 വേക്കൻസി കണ്ടുകൊണ്ടൊരു ആപ്ലിക്കേഷൻ പേപ്പറിൽ വരുന്നത്. അപ്പോൾ എന്നോട് മോൾ പറഞ്ഞു, ഇത് വേക്കൻസി 5 ഉള്ള എങ്ങനെ? ഞാൻ പറഞ്ഞില്ല, കർത്താവിന് എല്ലാം സാധ്യമാകും. അയച്ചു. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ വന്നപ്പോഴത്തേക്ക് ഞാൻ പോണത്, ഞാനും വർക്ക് ചെയ്യുന്നത് സെയിം ബ്രാഞ്ചാണ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ഞാൻ അവളെ ഇവിടെ കൊണ്ട് ഇൻ്റർവ്യൂവിന് അവിടെ ചെന്നപ്പോഴേ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ പറഞ്ഞു, GMനോട് റെക്കമെൻഡ്, നമ്മൾ സ്റ്റാഫല്ലേ, പിന്നെ റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, കർത്താവിന് അവളുടെ ഇൻ്റർവ്യൂ പെർഫോം ചെയ്യാൻ സാധിക്കുമെങ്കിൽ കർത്താവ് കൊടുത്തോളും. വേറൊരാളെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിച്ചു, വേറൊരാളുടെ ചാൻസ് നമ്മൾ നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. പക്ഷേ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഏതാണ്ട് ഒരു 10, ആ ഇൻ്റർവ്യൂ കഴിയുന്ന സമയം വരെ 10 മുതൽ 5 വരെ ഒരു 10-12 ജപമാല ചൊല്ലിക്കൊണ്ട് അവിടെ താഴെ തന്നെ ഇരുന്നു. ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു.
സെലക്ഷനും എല്ലാം കഴിഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചെന്നാൽ എങ്ങനെയാണ് പൊസിഷൻ എന്ന് ചോദിച്ചപ്പോഴാണ് 5 വേക്കൻസി ഉള്ളതിൽ നമ്പർ 2 ആയിട്ട് മകൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഏതാണ്ട് 25,000 ആപ്ലിക്കേഷൻ ഈ പോസ്റ്റിലേക്ക് കിട്ടിയതാണ്. അതിൽ നിന്ന് 5 വേക്കൻസി നമ്പർ 2 ആയിട്ട് മോൾ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അവൾ പാസ്സായി വന്നു. 6 മാസത്തിനുള്ളിൽ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് ബാങ്കിൽ ജോലി ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഇത് കർത്താവിൻ്റെ വചനം പൂർത്തിയായി. നിൻ്റെ മക്കളെ ഞാൻ പഠിപ്പിക്കും ശ്രേയസ്, അവരെ പഠിപ്പിക്കുന്നു, അവർക്ക് ജോലി കൊടുക്കുന്നു, ഭാവി, ഇതെല്ലാം കർത്താവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ഉണ്ണീശോ പരിപാലിച്ച അമ്മയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് യാതൊരു ടെൻഷനും ഈശോ പറഞ്ഞ് നിൻ്റെ ഉൾക്കൊണ്ടതെല്ലാം എനിക്ക് വിട്ടുതരിക. നമ്മുടെ ഉൾക്കൊണ്ടതെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് ആ പരിശുദ്ധ അമ്മ വഴി നമ്മുടെ മക്കളെ ഈശോയിലേക്ക് സമർപ്പിച്ചാൽ അവരുടെ ഭാവി ഏറ്റവും ശോഭനമായിത്തീരുന്നുള്ളത് ഉറപ്പാണ്. രണ്ടാമത്തെ മകളുടെയും ജോലി കർത്താവിൻ്റെ കൈകളിൽ ലഭിച്ചതെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മാതാവിൻ്റെ സന്ധ്യാസമയത്ത് ഇപ്പം നാളെ അവളുടെ ഇൻ്റർവ്യൂ നടക്കുകയാണെങ്കിൽ സന്ധ്യാനേരത്ത് ജപമാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഞാൻ കാണുകയാണ് എൻ്റെ കയ്യിലേക്ക് മുകളിൽ നിന്ന് ഒരു മോതിരം വെച്ച് വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, ഇത് ചിപ്പിക്ക് മോളുടെ വീട്ടിൽ വിളിക്കുന്ന പേരങ്ങനെയാണ്. എന്നിട്ട് ഒരു ശബ്ദം, ഒരു വചനവും കൂടി ഞാൻ കേൾക്കുകയാണ്. അതിൻ്റെ കൂടെ തരികയാണ്, നിങ്ങൾ ആദ്യവും ദൈവത്തിൻ്റെ രാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിക്കും, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചേർത്ത് തരപ്പെടും. ലൂക്ക 12:32. ഇത് മാതാവിനോട് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആണ് ഇതിങ്ങനെ സംഭവിച്ചത്. പിറ്റേ ദിവസം ഇൻ്റർവ്യൂ വന്നപ്പോഴേ മോള് സെലക്ഷൻ ആകുകയും മോൾക്ക് ആ ബാങ്കിൽ തന്നെ ജോലി ലഭിക്കുകയും ചെയ്തു. ഇത് അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം വഴിയാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇതിന് 1 മാസം മുമ്പേ മോള് മാതാവിൻ്റെ പള്ളിയായ കുറവലങ്ങാട്ട് പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അവളിങ്ങനെ ഒരു ബോർഡ് കാണുകയുണ്ടായി. ബാങ്കിൻ്റെ പേര് സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്നുള്ളൊരു ബോർഡ് അവൾ തന്നെ ദർശനത്തിൽ കാണുകയുണ്ടായി. അങ്ങനെ 2 സ്ഥലത്തും മാതാവിൻ്റെ പള്ളിയിലും ജപമാലയുടെ മധ്യത്തിലും കർത്താവ് അരുളിച്ചുകൊണ്ട് രണ്ടാമത്തെ മകൾക്കും ഇതുപോലെ തന്നെ കർത്താവ് ജോലി നൽകിയെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും എൻ്റെ മകൻ്റെ കാര്യത്തിലും ഇതുപോലെ മാതാവിൻ്റെ ഒരു വലിയ സംരക്ഷണം ഞാൻ എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നൊന്നായിട്ട് സൈക്കിൾ റേസ് ഒക്കെ പോയ വളരെ ദൂരത്തേക്ക് അങ്ങനെ നൈറ്റും ഡേയും ഒക്കെ സൈക്കിളും കൊണ്ട് പോവുകയും വണ്ടി കൊണ്ട് ബൈക്ക് കൊണ്ട് പോവുകയൊക്കെ ചെയ്യും. അപ്പം ഈശോ ശരിക്കും ഒരു വചനം തന്നു, അപ്പസ്തോലർ 18:10, നിന്നോട് കൂടെ ഞാനുണ്ട്, നിന്നെ ആരും ഉപദ്രവിക്കുകയില്ല, ആക്രമിക്കുകയില്ല. അപ്പം ഞാൻ ഇത് വചനം പറഞ്ഞിട്ട് മാതാവിൻ്റെ അരികിൽ ചെന്നിട്ട് പറയും, മാതാവേ, ഈ വചനത്തിൻ്റെ ശക്തിയാൽ അമ്മയുടെ കൈകളിലേക്ക് ഈ മകനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സമാധാനമാണ്. ചില സമയം പോയി കഴിയുമ്പോൾ വളരെ ദൂരെയായിരിക്കും, വിളിച്ചാൽ ഫോണിൻ്റെ റേഞ്ചും കിട്ടുകയില്ല, നമുക്കൊരു റിപ്ലൈയും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ആകെ വിഷമിച്ചിട്ട് ഞാൻ ഓടിയ മാതാവിൻ്റെ ഫോട്ടോസ് ചെന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ മാതാവേ എന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എപ്പോഴും അനുഭവപ്പെടാറുണ്ട്, 1 മിനിറ്റ് പോലും കഴിയേണ്ട പെട്ടെന്ന് തന്നെ മോൻ എവിടെയാണേലും എനിക്ക് തിരിച്ച് ഇങ്ങോട്ടൊരു കോൾ വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എവിടെയാണേലും അമ്മയുടെ കയ്യിൽ ഈ മകൻ സുരക്ഷിതനാണെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്ക് കിട്ടുന്നുണ്ട്. അമ്മയുടെ കയ്യിലേക്ക് ഇങ്ങനെ എൻ്റെ മക്കളെ ഞാൻ പൂർണ്ണമായിട്ടും ഏൽപ്പിച്ചിരിക്കുന്നു, കുടുംബത്തെ മുഴുവനായിട്ടും ഏൽപ്പിച്ചിരിക്കുന്നു.